നിതിൻ, ഓരോരുത്തരെയായി ഇ ഡി ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ ജയറാമും എത്തിയിരിക്കുന്നു. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നല്ലേ ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതി, ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം നല്ല പര്യവസാനിക്കട്ടെ, ഭംഗിയായിട്ട് തന്നെ. ഇനിയും പുറമേ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. അവരൊക്കെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനാണ്. അപ്പോൾ എന്റെയും കൂടി കടമയാണ് ക്ലീനായിട്ട്. നിതിൻ സേവർ വിവരങ്ങൾ നൽകും. നിതിൻ, എല്ലാ തരത്തിലും അന്വേഷണവുമായി സഹകരിക്കുമെന്നാണോ ജയറാം അറിയിച്ചത്? തെറ്റ് ചെയ്തവരെ അയ്യപ്പൻ വെറുതെ വിടില്ലെന്നാണ് ജയറാം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിലധികമായി ശബരിമലയിൽ പോകുന്ന ദർശനം നടത്തുന്ന ആളാണ് താൻ. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് അറിയേണ്ടത് തന്റെ കൂടി കടമയാണ്. അത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കും. എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ തനിക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിലൊക്കെ ജയറാം വിശദീകരണം നൽകും. അതിനുവേണ്ടിയാണ് ഇ ഡി ഓഫീസിന് മുന്നിൽ നടൻ ജയറാം എത്തിയിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ അധികം വൈകാതെ തന്നെ നടക്കും. സാമ്പത്തിക ലാഭമുണ്ടാക്കിയോ ജയറാം എന്നത് തന്നെയായിരിക്കും ഇ ഡി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ ഡി പരിശോധിക്കും. എന്തായാലും ഓരോ പ്രതികളെയായി ചോദ്യം ചെയ്തു വരികയാണ് ഇ ഡി. ഇപ്പോൾ ജയറാമും ഇ ഡി ഓഫീസിലെത്തിയിരിക്കുന്നു. നിതിൻ സേവർ വിവരങ്ങൾ നൽകും. നിതിൻ, ജയറാമും എത്തിയിരിക്കുകയാണ് ഇ ഡി ഓഫീസിൽ. അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കുമെന്നാണോ ജയറാം അറിയിച്ചത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ജയറാം പറഞ്ഞിരിക്കുന്നത്. അത് വിശദമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കും, അന്വേഷണവുമായി പൂർണ്ണമായി തന്നെ സഹകരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ തന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാ മറുപടിയും നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സത്യം ജയിക്കും, സത്യം വിജയിക്കട്ടെ, സത്യം ജയിക്കുമെന്നാണ് ജയറാം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടണം, അവരൊക്കെ തന്നെ പിടിക്കപ്പെടണമെന്നാണ് ജയറാം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമും തമ്മിലുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ പലയിടത്ത് കൊണ്ടുപോയി പൂജകൾ നടത്തുകയും പണം സമ്പാദിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ വെച്ച് ഒരു പൂജ നടത്തിയിരുന്നു. ആ പൂജയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത സൗഹൃദം നടൻ ജയറാമിനുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ SIT കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ SIT നൽകിയ മൊഴിയിലും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ജയറാം മൊഴി നൽകിയിരുന്നത്. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് ജയറാം നേരത്തെയും പറഞ്ഞിരുന്നത്. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ളത് ഇത് ഒരു സൗഹൃദം മാത്രമാണ്. ഒപ്പം ഈ അയ്യപ്പന്റെ സൗഭാഗ്യം വരും, അല്ലെങ്കിൽ അതൊരു മഹാഭാഗ്യമായി താൻ കണ്ടതുകൊണ്ടാണ് വീട്ടിലെത്തി ഇത്തരത്തിൽ പൂജ നടത്തിയത് എന്നാണ് ജയറാം SIT മൊഴി നൽകിയത്. മാധ്യമങ്ങളോടൊക്കെ നേരത്തെ പ്രതികരിച്ചത്. ഏതായാലും SIT രാവിലെ 11 മണിക്ക് ED 11 മണിക്ക് കൊച്ചിയിലെ ഓഫീസിൽ എത്തണമെന്നായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ അല്പസമയത്തിനുള്ളിൽ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള എല്ലാ ബന്ധങ്ങളും, പ്രത്യേകിച്ച് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ED ചില രേഖകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള സൗഹൃദം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ED പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. നേരത്തെ SIT പറഞ്ഞിരുന്നത് ജയറാമിന്റെ മൊഴി എടുക്കുക മാത്രമാണ് ചെയ്തതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനാണ് സമൻസ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട്, ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഏകദേശം 10 മിനിറ്റ് മുൻപാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ നടൻ ജയറാം എത്തുന്നത്. അതിന് ഇപ്പോൾ അദ്ദേഹം അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. 11:10 അദ്ദേഹം എത്തുന്നു. ഇന്നലെ ജയശ്രീ അടക്കം ചോദ്യം ചെയ്തു. ജയശ്രീ അടക്കം നീണ്ട ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഒപ്പം കൽപേഷും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിനകത്തുണ്ട്. കൽപേഷിനെയും
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നുണ്ട്. കൽപേഷിന്റെ ചോദ്യം ചെയ്യൽ അല്പസമയം മുൻപ് ആരംഭിച്ചെന്നാണ് മനസ്സിലാകുന്നത്. കൽപേഷാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിലുള്ള പ്രധാന ഇടനിലക്കാരൻ. അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണം അത് ഗോവർദ്ധനിൽ എത്തിച്ചത്, ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ എത്തിച്ച് വിറ്റത് കൽപേഷാണ് എന്ന് SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൽപേഷിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൽപേഷും ഒപ്പം പങ്കജ് ഭണ്ഡാരിയും ഒക്കെ തമ്മിലുള്ള സൗഹൃദവും അടപ്പവും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ് കൽപേഷിനെ ചോദ്യം ചെയ്യലിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത്. കൽപേഷ് സ്വർണ്ണക്കടയിലെ ജീവനക്കാരനാണ്, ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനാണ് കൽപേഷ്. അപ്പോൾ കൽപേഷിനെ ചോദ്യം ചെയ്തുകൊണ്ടൊപ്പം നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത് ജയറാമിന്റെ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കും. പ്രത്യേകിച്ച് ജയറാമിനെ വിശദമായി തന്നെ ചോദ്യം ഈ കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് ഈ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ജയശ്രീയുടെയും മൊഴിയെടുത്തില്ലേ? അതിൽ മറ്റു ബോർഡ് അംഗങ്ങൾക്കൊക്കെ കുരുക്കാവുന്ന തരത്തിലല്ലേ ജയശ്രീ മൊഴി നൽകിയിട്ടുള്ളത്? തീർച്ചയായും ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ ഇന്നലെയായിരുന്നു. രാവിലെ 10 മണി മുതൽ രാത്രി 7 മണി വരെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലായിരുന്നു. നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ജയശ്രീ ഉണ്ടായിരുന്നത്. ഇതിൽ ജയശ്രീയുടെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രധാനമായും ഈ ബോർഡ് അംഗങ്ങളെ വലിയ തോതിൽ കുരുക്കിലാക്കുന്ന മൊഴിയാണ് ഈ ജയശ്രീ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ബോർഡ് അംഗങ്ങൾ പറഞ്ഞത് മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും താൻ സ്വന്തമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുമായിരുന്നു ജയശ്രീ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നത്. ഒപ്പം താൻ ഒപ്പിട്ട് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ വാസുവിന്റെ വാസുവിന്റെ അടക്കം പേരുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ജയശ്രീ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ബന്ധമൊന്നുമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അല്ലെങ്കിൽ തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ജയശ്രീയുടെ മൊഴി. പക്ഷേ ജയശ്രീയുടെ ഈ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ടുള്ള ബന്ധവും സാമ്പത്തിക നേട്ടവും അത്തരം മൊഴികൾ പൂർണ്ണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ വിശ്വാസം എടുത്തിട്ടില്ല. ജയശ്രീയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ ആസ്തി വിവരക്കണക്കും ബാങ്ക് ഇടപാടുകളുടെ രേഖകളും ഒക്കെ തന്നെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ജയശ്രീയെ വീണ്ടും ചോദ്യം ചെയ്യുക.